എന്നുള്ള കാര്യങ്ങൾ നടപടികൾ തുടങ്ങിയിട്ടുള്ളൂ. ടീമിനെ എടുത്തിട്ട് വന്നിട്ട് വേണം അതൊക്കെ നോക്കിയാൽ. ഞങ്ങളുടെ കയ്യിലല്ലോ, തൃശ്ശൂർ ടീമിൻ്റെ കയ്യിലാണുള്ളത്. അവിടെ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം പറയുന്ന നടപടികൾ ചെയ്യും. പ്രതികളെ പോലീസ് എടുക്കും. നമ്മളറിയുന്നത് 4 പേരെന്നാണ് അവിടെ. ഞങ്ങൾക്ക് ആസ് ഓഫ് ഞങ്ങൾക്ക് ഉള്ള അറിവിലില്ല. ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം വിശദമായിട്ട് ചോദിക്കണം. അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റുള്ളൂ. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിലെ 4 പേർ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ഇവരിൽ നിന്നും സ്വർണം കണ്ടുകിട്ടിയിട്ടില്ല. 5 പേർ കൂടി കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നുവെന്നുമാണ് സൂചന. പെരിന്തൽമണ്ണയിൽ വ്യാഴാഴ്ച സ്കൂട്ടറിൽ പോകുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഘമാണ് പിടിയിലായത്. MK ജ്വല്ലറി ഉടമ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും ആക്രമിച്ചാണ് സംഘം സ്വർണം കവർന്നത്. കാറിലെത്തിയ സംഘം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഇവരെ ഇടിച്ചു വീഴ്ത്തിയ ശേഷമാണ് സ്വർണം കവർന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം രാത്രി 9ഓടെയാണ് സംഭവമുണ്ടായത്. പതിവ് പോലെ ജ്വല്ലറി അടച്ച ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്വല്ലറി ഉടമ കാറിൽ ഇരുവരെയും പിന്തുടർന്നെത്തിയ സംഘം ആദ്യം കാർ ഉപയോഗിച്ച് സ്കൂട്ടർ ഇടിച്ചിടുകയായിരുന്നു. അലങ്കാർ കയറ്റത്തിലെ വളവിൽ ഇവരുടെ വീടിന് മുന്നിലെ ഗേറ്റിൽ സ്കൂട്ടർ എത്തിയ ഉടനെയായിരുന്നു ആക്രമണം. കാർ ഇടിച്ചതോടെ സ്കൂട്ടർ മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ യൂസുഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്ത ശേഷം സ്വർണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ചെറുപ്പളശ്ശേരി ഭാഗത്ത് വന്ന കാറിൽ തന്നെ കടന്നു. ജ്വല്ലറി മുതൽ തന്നെ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഊട്ടി റോഡിലെ KM ജ്വല്ലറി ബിൽഡിംഗ് ഓടിട്ട കെട്ടിടത്തിലായതിനാൽ ആഭരണങ്ങൾ കടയിൽ സൂക്ഷിക്കാതെ രാത്രി ഉടമയുടെ വീട്ടിലേക്ക് ബാഗിലാക്കി കൊണ്ടുപോവുകയാണ് പതിവ്. നഷ്ടപ്പെട്ട സ്വർണത്തിന് 2.5 കോടി രൂപയിലധികം വില വരുമെന്നാണ് വിവരം. പരിക്കേറ്റ യൂസുഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.